2019 ഈജിപ്തിലെ ലുക്സോർ എന്ന സ്ഥലത്ത് നിന്ന് പുരാവസ്തു ഗവേഷകർക്ക് 30ഓളം ശവപ്പെട്ടികൾ ലഭിക്കുകയാണ്. അതിന്റെ അകത്തെല്ലാം തന്നെ നല്ലതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ശവങ്ങളുമുണ്ട്, മമ്മിയും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. എന്നാണെങ്കിലും കാർബൺ ഡേറ്റിങ്ങിലൂടെ ഗവേഷകർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏകദേശം 3000ഓളം വർഷം ഈ ഒരു മമ്മിക്കെല്ലാം തന്നെ പഴക്കമുണ്ട് എന്നത്. ഇതിലെ പുരുഷന്മാരുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ എല്ലാം തന്നെ ശവങ്ങൾ ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഡിസ്കവറിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് അല്ലെങ്കിൽ വിചിത്രമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശവപ്പെട്ടികളുടെ എല്ലാം തന്നെ പുറത്തായിട്ട് വിചിത്രമായിട്ടുള്ള ചില രൂപങ്ങൾ, ചില വരകളും നിറങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് കണ്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള ചില കലകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണ് കൊടുത്തത് നമുക്ക് ഇന്നേരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഈ ശവപ്പെട്ടികളെല്ലാം തന്നെ ആക്ച്വലി ഒന്നിന് പിറകെ ഒന്നായിട്ട് 30ഓളം ശവപ്പെട്ടികൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് അട്ടിക്കായിട്ടായിരുന്നു ആക്ച്വലി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും എന്തിനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. തൊട്ട അടുത്ത വർഷം തന്നെ ഇതിന്റെ കുറച്ച് അകലെ നിന്ന് തന്നെ പുരാവസ്തു ഗവേഷകർക്ക് പിന്നീട് 59ഓളം ഇത്തരത്തിലുള്ള ശവപ്പെട്ടികൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അതായത് പ്രിസർവ് ചെയ്തിട്ടുള്ള മമ്മിയും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇത് കൂടുതലായിട്ട് അവർ പഠനങ്ങൾക്ക് വേണ്ടി വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇന്നും ആര് എന്തിനു വേണ്ടി ഇത്തരത്തിൽ അട്ടിക്കട്ടിക്ക് ഇടുന്നു, അത് ശവപ്പെട്ടികൾ ഇത്തരത്തിൽ അട്ടിക്കട്ടിക്കായിട്ട് ഇവർ ഇട്ട് വെച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള പഠനങ്ങളും ഞങ്ങൾക്ക് നടക്കുന്നുള്ളൂ. വ്യക്തമായിട്ട് പുരാവസ്തു ഗവേഷകർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്നും അതിനെക്കുറിച്ചുള്ള ഡിജിറ്റലായിട്ടുള്ള സ്റ്റഡീസുകളൊക്കെ നടക്കുന്നുള്ളൂ. എന്താണെങ്കിലും ഏകദേശം 10 മുതൽ 12 അടിയോളം താഴ്ചയിൽ നിന്നായിരുന്നു ഇവർക്ക് ഇത്രമാത്രം ശവപ്പെട്ടികളും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്രമാത്രം ലെവലിലായിരുന്നു ഒരു